സർ, ഇന്നലെ ഇവിടെ കൊട്ടിഘോഷിച്ച് ഒരു പിന്നെ അവരുടെ മന്ത്രിസഭയുടെ LDFിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം നമ്മൾ നോക്കുമ്പോൾ 9ാമത് വർഷമാണ് ഈ പറയുന്ന LDF CPM കേരളം ഭരിക്കുന്നത്. കാസർഗോഡ് നിന്ന് അവരിങ്ങനെ അവരുടെ ഭരണനേട്ടം വിളംബരം ചെയ്തുകൊണ്ട് 100 കോടി രൂപ അധികമായി ചിലവാക്കിക്കൊണ്ടൊരു ഭയങ്കരമായ ഒരു ഉത്സവം അവരങ്ങ് നടത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇന്നലെ കാസർഗോഡ് കാലിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കി. കേരളം തകരട്ടെ എന്ന് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ മനോഭാവം. പക്ഷേ നമ്മളീ പറയുന്ന പോലെ കേരളത്തെ തകരാൻ നമ്മൾ അനുവദിക്കില്ല എന്നൊക്കെ അതിൻ്റെ മൊത്തത്തിലുള്ള കാര്യം അദ്ദേഹമാണ് ചെയ്യുന്നത്. എല്ലാം അവർ തകർക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വെറും ഒരു ഉത്സവമല്ല, അവിടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു കരകൗശല പ്രദർശനവും ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ പറയുന്ന ഒരു 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 പട്ടി ഷോ, ഒരു ശോന പ്രദർശനവുമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ ഇത് വെറും, ഞാൻ ആ പേര് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നില്ല, ഒരു ഷോ അല്ലേ. കാര്യം നമ്മുടെ മാന്യതയ്ക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർ കാണുന്നവർ പലതരത്തിലുള്ള രാഷ്ട്രീയക്കാരുള്ളത് കൊണ്ടും വെറുതെ കമൻറ്റ് ബോക്സിൽ ചീത്ത കേൾക്കേണ്ട എന്നുള്ളതുകൊണ്ടും ആ ഒരു ഡാഷ് ഷോ അല്ലേ ഈ നടക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. അപ്പോൾ കേന്ദ്രം ഇവരെ തകരട്ടെ എന്ന മനോഭാവമാണെന്നാണ് പറയുന്നത്. സാറിന് എന്താണ് സാർ അതിൽ പറയാനുള്ളത്? ഈ കേരള സംസ്ഥാനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ മുന്നിൽ ഇന്ന് വലിയൊരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഇന്ന് കേരള സംസ്ഥാനത്തേക്ക് ഉറ്റുനോക്കുകയാണ്. പഠിക്കാൻ എങ്ങനെ സാമ്പത്തികമായിട്ട് പാപ്പരാകാതിരിക്കാൻ എന്ത് ചെയ്യണം, കേരളത്തിൽ നടക്കുന്നതൊന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, അതിനുവേണ്ടിയിട്ടാണ് കേരളത്തിൽ ഉറ്റുനോക്കുന്നത്. ഇതിൽ അല്പം പോലും അതിശയോക്തിയില്ല. കേരളം സാമ്പത്തികമായിട്ട് പാപ്പരായിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് വൻ തകർച്ചയിലേക്ക് നേരിടുകയാണ്. ഇതിന് പറയാവുന്ന ഏക ഉത്തരം കേന്ദ്രം ഞെരുക്കുന്നു, കേന്ദ്രം തകർക്കുന്നു, കേന്ദ്രം സഹകരിക്കുന്നില്ല, കേന്ദ്രം കേരളത്തിനെ ഇല്ലാതാക്കുന്നു എന്നുള്ള സ്ഥിരം പല്ലവിയാണ്. ഈ പല്ലവി ഈ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി BJP NDA ഭരിക്കാത്ത മറ്റ് ധാരാളം തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. കർണാടകമുണ്ട്, തമിഴ്നാടുണ്ട്. കേന്ദ്രവുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഈ പരാതിയില്ല, കർണാടകത്തിൽ ഈ പരാതിയില്ല, ആന്ധ്രയിൽ ഈ പരാതിയില്ല, തെലങ്കാനയിൽ ഈ പരാതിയില്ല. പിന്നെ ഈ 3,40,00,000 ജനങ്ങളുള്ള കേരളത്തിനെ മാത്രം തകർക്കാൻ ഈ കേന്ദ്രത്തിന് എന്താണ് ഇത്ര വ്യഗ്രത? ഇത് തികച്ചും സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമേ ഇതിനെ സാമാന്യ ബുദ്ധിയുള്ളവർ കാണുകയുള്ളൂ. കാരണം ഈ ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള നിയമങ്ങളെക്കുറിച്ച് പറയുന്നത് ഭരണഘടനയിലാണ്. അനുച്ഛേദം 292 293 ഇതിൻ്റെ വിശദമായ ഗൈഡ് ലൈൻസ്, ഫ്രെയിംവർക്ക് ഉള്ളത്. അപ്പോൾ കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഒരു വലിയ വ്യവഹാരം നടത്തിയിരുന്നല്ലോ. ആ വ്യവഹാരത്തിന് യാതൊരു ഔട്ട്കമും ഉണ്ടായില്ല. അല്ല, അങ്ങനെയൊക്കെ ആരെങ്കിലും കാലങ്ങൾ ഇതുവരെ ഏതെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും പിടിച്ചു നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ്. കാരണം ഈ ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിലുണ്ട്. അനുച്ഛേദം 292 293. അതുകൂടാതെ 15ാം ധനകാര്യ കമ്മീഷനിൽ വളരെ വ്യക്തമായിട്ട് ഈ കടമെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് 15ാം ധനകാര്യ കമ്മീഷനിൽ പറയുന്നത് ഒരു 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 NBC എന്ന് പറഞ്ഞ ഒരു പാരാമീറ്ററുണ്ട്, നെറ്റ് ബോറോയിങ് സീലിംഗ്. ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ GDPയുടെ 3% കടമെടുക്കാൻ 15ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്, നൽകിയിരിക്കുന്ന സമ്മതം. ഇതിൽ 75% ആദ്യത്തെ 9 മാസം കടമെടുക്കാം. ഈ NBCയുടെ നെറ്റ് ബോറോയിങ് സീലിങ്ങിൻ്റെ 75% ആദ്യത്തെ 9 മാസത്തേക്ക് ഉപയോഗിക്കാം. കേരളത്തിൽ ഈ 75% 6 മാസം കൊണ്ട് തീർന്നു പോകുന്നു. ഈ വരുന്ന 3 മാസത്തെ ഗ്യാപ്പാണ് ആദ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. എന്തുകൊണ്ട് ഇത് 9 മാസത്തേക്ക് നിലനിൽക്കുന്നില്ല? കേരളത്തിന് മറ്റു രീതിയിൽ സമാഹരിക്കേണ്ട വിഭവങ്ങൾ, റവന്യൂ റെസീപ്റ്റ്സ്, അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള ചെലവ്, ഇതൊന്നും നടക്കുന്നില്ല. എന്തൊക്കെയാണ് നിയന്ത്രണത്തിന് അതീതമായുള്ള ചെലവുകൾ എന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ഒന്നാമത്തെ 15ാം ധനകാര്യ കമ്മീഷൻ പറയുന്ന ഫസ്റ്റ് പാരാമീറ്റർ നെറ്റ് ക്രെഡിറ്റ് സീലിംഗ് ആണ്. ആ നെറ്റ് ക്രെഡിറ്റ് സീലിംഗ് 3% അധികമാണ് കേരളത്തിന് വേണ്ടത്. ആ സീലിംഗിൽ കേരളത്തിൻ്റെ ക്രെഡിറ്റ് നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? രണ്ടാമത്തേത് ക്യാപിറ്റൽ ഔട്ട്ലേ. അതായത് 100 രൂപ, അതായത് എന്തുമാത്രം പണം ഒരു സംസ്ഥാനം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു, അതിൻ്റെ 2.5 ഇരട്ടി റിട്ടേൺ കിട്ടും. അതാണ് എക്കണോമിക്സ്. 100 രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വിനിയോഗിക്കുമ്പോൾ
250 രൂപയുടെ വരുമാനം പ്രത്യക്ഷമായും പരോക്ഷമായും സംസ്ഥാനത്തിനുണ്ടാവും. അതൊരു വലിയ വരുമാനമാണ്. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ ഔട്ട്ലേ ഏറ്റവും കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങൾ 12-13% GDP-യുടെ ഇൻഫ്രാസ്ട്രക്ചറിന്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇവിടെ 8% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉള്ള നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനവും വളരെ കുറവാണ്. മൂന്നാമത്തേത് ഫിക്സഡ് എക്സ്പെൻഡിച്ചർ, അതായത് നമ്മുടെ റവന്യൂ റെസീപ്റ്റ്സ്, സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ചിലവുകളുണ്ട്. ശമ്പളം, പെൻഷൻ, പലിശ, നമ്മുടെ വായ്പകളുടെ പലിശ. ഇത് കേരളത്തിൽ ഏകദേശം 80% റവന്യൂ റെസീപ്റ്റിൻ്റെ. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ശരാശരി 52%. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ശമ്പളവും പെൻഷനും ഒക്കെ എന്താണെന്നൊക്കെയുള്ള നമുക്ക് ഇവിടെ സാമാന്യ ജനങ്ങൾക്ക് ഏറെക്കുറെ അറിവുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 ഈ പാരാമീറ്റേഴ്സ് ഒന്നും കേരള ഗവൺമെൻറ് പാലിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ധനകാര്യമന്ത്രിയെ കടമെടുപ്പ് മന്ത്രി എന്നൊക്കെ വിളിക്കുന്നത്. അദ്ദേഹം കടത്തിനെക്കുറിച്ചും കടം മേടിക്കാൻ എപ്പോഴും ധനകാര്യമന്ത്രിയും ധനകാര്യ ചർച്ചകളും ഒന്നാണ്, കടം മേടിക്കാൻ സമ്മതിക്കുന്നില്ല. അല്ലാതെ മറ്റു വരുമാന മാർഗങ്ങളെക്കുറിച്ചും ഒന്നും ഇവിടെ ചർച്ച നടക്കുന്നില്ല. കടം വാങ്ങിക്കാൻ സമ്മതിക്കുന്നില്ല. കേന്ദ്രം എങ്ങനെയാണ് സഹകരിക്കാതിരിക്കുന്നത്? കടം വാങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയും ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമാനുസൃതമായി വാങ്ങിക്കാവുന്ന കടം, അതിന് പുറത്തു പോയി കടം മേടിക്കുക, അതിനെയാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയും. ബഡ്ജറ്റിന് പുറത്ത് പോയി കടം മേടിക്കുക, അതായത് ബഡ്ജറ്റിൽ കാണിക്കാതെ വീണ്ടും പോയി കടം മേടിക്കുക. എന്നിട്ടിത് സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയല്ല, ആ പരിധിയിൽ വരില്ല എന്ന് അവകാശവാദം ഉന്നയിക്കുക. അങ്ങനെ ഉണ്ടാക്കിയ സ്ഥാപനമാണ് ധനകാര്യ വകുപ്പിൻ്റെ കീഴിലെ KIFB, കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ധനസമാഹരണം നടത്തുക. മനസ്സിലായില്ലേ? ഈ കിഫ്ബി ധനസമാഹരണം നടത്തിയതാണ് വളരെ വിചിത്രമായ രീതിയിൽ. ഇവിടെ ആഗോള കുത്തക മുതലാളി എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന ഈ ഭരണവർഗം, ഈ കുത്തകകളുടെ ഹെഡ് ഓഫീസാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടെ പോയി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സെക്യൂരിറ്റീസ് ബോണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവിടെ പോയി നമ്മുടെ മുഖ്യമന്ത്രി മണിയടിച്ച് മസാല ബോണ്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം കടപ്പത്രം ഇറക്കി ലോൺ വാങ്ങിക്കുന്ന നമ്മൾ കണ്ടതാണ്. ഒരു സംസ്ഥാനം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് വഴി കടമെടുത്ത ഏക സംസ്ഥാനം ഭാരതത്തിൽ ചരിത്രത്തിൽ കേരളം മാത്രമാണ്. ഇത് ഒരു സംസ്ഥാനവും അനുകരിച്ചിട്ടുമില്ല. സാർ, ഇത് മിടുക്ക് കാണിക്കാൻ വേണ്ടി പോയതാണ്? മിടുക്ക് കാണിക്കല്ല, ഇത് അവരുടെ കെടുകാര്യസ്ഥത മൂടി വയ്ക്കാൻ വേണ്ടിയുള്ള മറ്റൊരു മിടുക്ക് രൂപത്തിൽ കാണിച്ചതാണ്. പക്ഷേ അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഈ കിഫ്ബി എന്ത് സ്ഥാപനം ഉണ്ടാക്കിയാലും ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കടം തന്നെയാണ്. ഈ കടം തിരിച്ചടയ്ക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയില്ല. കാരണം നിങ്ങൾക്ക് വരുമാനമില്ല, നിങ്ങളുടെ ചെലവ് വളരെ കൂടുതലാണ്, അതിൻ്റെ എക്സ്പെൻഡിച്ചർ പലതും കൺട്രോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നിയമസഭയിൽ, പാർലമെൻറ്റിലാണ്. അത് ഒരു ഭരണഘടനാ പദവികളാണ്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കടം വാങ്ങിക്കുന്നതേ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ആ കടം നിൽക്കവേ തന്നെയാണ് ഈ പറയുന്ന പോലെ പുറത്തുനിന്ന് ഈ കിഫ്ബി വഴി പണം എടുക്കുന്നത്. അപ്പോൾ അതൊരു അധിക ബാധ്യതയായി തന്നെ തീരുന്നില്ല. അതല്ലേ ബാധ്യത. ഈ കിഫ്ബിയിൽ പോയി കടമെടുത്തത് 9.7%. ഈ കിഫ്ബി പോയി കടമെടുത്തത്. അതായത് ഈ മസാല ബോണ്ട് വഴി ഇന്ത്യയിൽ കടമെടുത്തിരിക്കുന്ന സ്ഥാപനങ്ങൾ വൻകിട കോർപ്പറേറ്റുകളാണ്. HDFC ലിമിറ്റഡ് എടുത്തിരുന്നു, പവർ ഫിനാൻസ് കോർപ്പറേഷൻ എടുത്തിരുന്നു, ഇന്ത്യൻ റെയിൽവേ എടുത്തിരുന്നു. അവർക്കൊക്കെ ഈ മസാല ബോണ്ട് വഴി ലോൺ കിട്ടിയത് 6%. പക്ഷേ ഈ കേരള ഗവൺമെൻറ് എന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേരള ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യത കുറവായത് കാരണം അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. 9.7. കേരളത്തിലെ ചില കഴുത്തുറപ്പൻ സ്വർണ്ണപ്പണയ കമ്പനികളിലേക്ക് റേറ്റിലാണ് ഈ ലോൺ എടുത്തിരിക്കുന്നത്. 9.7%. മനസ്സിലായി? 6%. 6.1%-നാണ് ഈ മസാല ബോണ്ടിൽ HDFC ലിമിറ്റഡ് അവരുടെ മാതൃസ്ഥാപനം. അപ്പോൾ അത് നിലവിലില്ല. അപ്പം പവർ ഫിനാൻസ് കോർപ്പറേഷൻ എടുത്തിട്ടുണ്ട്. ഇത്തരം കോർപ്പറേറ്റുകൾ കടമെടുക്കുന്ന ഒരു മേഖലയാണ് ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും മസാല ബോണ്ടും. അതൊരു സംസ്ഥാനം പോയി ഒരു കമ്പനി ഒരു സ്ഥാപനം ഉണ്ടാക്കി എടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യവും ഒരുപക്ഷെ അവസാനവുമായിരിക്കും. കാര്യം ഒരു സംസ്ഥാനവും ഇത് അനുകരിച്ചിട്ടില്ല. എന്നിട്ട് ഇതിൻ്റെ തലപ്പത്തേക്കൊക്കെയാണ് അടുത്തൂൺ പറ്റിയ KM എബ്രഹാമിനെ പോലെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ CEO ആയിട്ട് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തു വെച്ച് ഇതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവരെന്താണ് പറയുന്നത്? കിഫ്ബി വഴി കടമെടുക്കുന്നത് ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം എന്താണ്? ഈ ദേശീയപാത വികസനം നടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. ഈ കേരളത്തിലെ ഒരു ഭരണകർത്താക്കൾ സ്വപ്നം കാണാത്ത
പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. എറണാകുളത്ത് നിന്ന് തുറവൂർ ചേർത്തല വരെ പില്ലറുകളിൽ 4 വരി പാത ഇവിടെ ഒരു ഭരണകർത്താക്കളും പറഞ്ഞു പോലും കേട്ടിട്ടില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴാണ് ഇവിടെ എല്ലാവരും ഇത് അറിയുന്നത് അല്ലേ? അതുപോലെ കേരളത്തിൽ വടക്ക് മുതൽ ഇപ്പം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞുണ്ടായി ഒരു പെൺകുട്ടി അമേരിക്കയിൽ നിന്ന് പെൺകുട്ടി പറഞ്ഞു, അങ്കിൾ ഈ കേരളത്തിലെ റോഡുകൾ അമേരിക്കയ്ക്ക് തുല്യമാണെന്ന്. അത് ഏത് റോഡാണ്? പാലക്കാട്ട് കുതിരാൻ തുരങ്കം കഴിഞ്ഞോണ്ട് ആ റോഡിനെ കുറിച്ചാണ് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റ് പണിഞ്ഞ റോഡാണ്, മനസ്സിലായി. ഇതിന് 66 ഒക്കെ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരു മന്ത്രിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ സമരം കൊണ്ട് മുടക്കിയിട്ടിരിക്കുകയായിരുന്നു. അന്ന് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി നൽകിയ ഒരു നിർദ്ദേശം തന്നെയായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ പണി മുടക്കരുത്, അതിനെതിരെയുള്ള സമരം പിൻവലിക്കണമെന്ന്. ആ സമരം ഈ സമരം ചെയ്തവർ ഭരണത്തിൽ വന്നുകൊണ്ടാണ് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടെ ഒരു വൻ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടാണ്. അത് അദാനി പോർട്ടാണ്. ഈ പറയുന്ന കുത്തക മുതലാളിയാണത്. ആ കുത്തക മുതലാളി വന്നുകൊണ്ടാണ് ആ പോർട്ട് വന്നത്. ഇവിടെ ഒരു പോർട്ട് ഡിപ്പാർട്ട്മെന്റും പോർട്ട് മിനിസ്റ്ററും ഉണ്ട്. ഈ സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് അദാനി ഒഴിവാക്കി അവിടെ പോർട്ട് പഠിച്ചുകൂടായിരുന്നു? ഇവിടെ ഒരു പോർട്ടിനൊരു മിനിസ്റ്ററുണ്ട്, ഒരു മന്ത്രിയുണ്ട്, ഒരു തുറമുഖ വകുപ്പുണ്ട് ഇവിടെ. എന്തുകൊണ്ട് ഈ കുത്തക മുതലാളിയെ മാറ്റി നിർത്തിയില്ല? അപ്പൊ ഇതൊക്കെ വെറും ആളുകളോട് പറഞ്ഞു നിൽക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇത്തരം ദുർവ്യയങ്ങളും ഇത്തരം സാമ്പത്തിക ബാധ്യതകളും ഉണ്ടാക്കുന്നത് ഈ കിഫ്ബിയുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് പെട്രോൾ സെസ് ഏർപ്പെടുത്തി ആ പെട്രോൾ സെസ് വഴി കിട്ടുന്ന പണം ഉപയോഗിച്ച് കിഫ്ബിയുടെ കടം വീട്ടുന്നു. കിഫ്ബിയുടെ പണം വീട്ടിട്ടില്ല, പെട്രോൾ സെസ് കേരളത്തിൽ മാത്രം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം. നമ്മൾ പെട്രോൾ പ്രൈസിനെതിരെ ഇവിടെ സമരം ചെയ്യുമ്പോഴും ഇവിടെ കേരള ഗവൺമെന്റ് ഒരു സെസ് ഏർപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഓഫ് ബഡ്ജറ്റിന് വെളിയിൽ പോയി കടം മേടിക്കുക, ഇത്തരം ധാരാളം കാര്യങ്ങൾ കൊണ്ട് കേരളത്തിന് സാമ്പത്തിക സ്ഥിതി അപ്പാടെ. ഇനി കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ നോക്കൂ, 16 മുതൽ 19% വരെ അവർക്ക് DA ലഭിക്കുന്നില്ല. 8,500 മുതൽ 45,000 രൂപ വരെ ശമ്പളത്തിൽ കുറവുണ്ട് താഴേക്കടകൾ മേലൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക്. ഈ ഓരോ മാസവും വിരമിക്കുന്ന ജീവനക്കാരെ ശമ്പളത്തിൽ 20,000 30,000 കുറഞ്ഞ ശമ്പളത്തിലാണ് വിരമിക്കുന്നത്. അവർക്ക് കിട്ടുന്ന പെൻഷൻ ആനുകൂല്യങ്ങളും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആജീവനാന്തം കുറവാണ്. ഈ പണമൊക്കെ തിരികെ കിട്ടി വീണ്ടും DA കൊടുത്തിട്ട് അവരുടെയൊക്കെ പെൻഷൻ പുനർനിർണ്ണയിക്കുമോ? പക്ഷെ അവരൊക്കെ നിശബ്ദരാണ്. നമുക്ക് ഈ വിഷയം നമുക്ക് അവസാനത്തിലേക്ക് എത്തിക്കണം. അതായത് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി കേന്ദ്രം ഇങ്ങനെ നിരന്തരം നമ്മെ വേട്ടയാടുകയാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്നും ഇങ്ങനെയാണ് കിഫ്ബിയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നതും ഈ വിഷയങ്ങളുമാണെന്ന് സാർ വളരെ വ്യക്തമായി പറഞ്ഞു. ഇനി നമുക്കിതിൽ എന്തായിരിക്കും കൺക്ലൂഡ് ചെയ്ത് പറയാമോ സാർ? എന്താണ് ഈ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. സാർ തന്നെ ഇത് സംസാരിച്ച് അവസാനിപ്പിക്കുക. ഇതിൽ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത ഉദാഹരണത്തിന് എങ്ങനെ കേരളത്തിൻ്റെ ചെലവുകൾ നിയന്ത്രണാതീതമാകുന്നു? ഈ 3.4 കോടി ജനങ്ങളുള്ള ഈ സംസ്ഥാനത്ത് 21 PSC അംഗങ്ങളാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തം സിവിൽ സർവീസ് പരീക്ഷ ഉൾപ്പെടെ നടത്തുന്ന UPSCയിൽ 9 അംഗങ്ങളുള്ളപ്പോൾ ഇവിടെ 21 അംഗങ്ങളാണ്. ഇവിടെ ചെയർമാൻ്റെ ശമ്പളം ഏകദേശം 3,80,000, അംഗത്തിൻ്റെ ശമ്പളം 3,60,000 വരും. മനസ്സിലായില്ലേ? ഇവിടെ കേരളത്തിൽ നിന്ന് നിയമസഭാ പെൻഷൻ, കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, പാർലമെന്റ് പെൻഷൻ, അംഗത്തിന്റെ പെൻഷനൊക്കെ വാങ്ങിക്കുന്ന KV തോമസിനെ പോലെ ഒരാളിനെ വീണ്ടും വർഷം 11 ലക്ഷം രൂപ ട്രാവൽ അലവൻസ് മാത്രം കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കെടുകാര്യസ്ഥത, KSRTC പോലുള്ള സ്ഥാപനങ്ങളിൽ പെൻഷൻ ശമ്പളം ഒക്കെ കിട്ടാതിരിക്കുന്ന കാണുന്നില്ലേ? അപ്പോൾ ഈ ഇത്തരം നിയന്ത്രണങ്ങൾ, ചെലവുകൾ വരുത്തുന്ന നിയന്ത്രണങ്ങൾ, അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. പിന്നെ ഈ ഭരണഘടന അനുസൃതമായിട്ടുള്ള ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പ്, ഇതാണ് കേരള ഗവൺമെൻറ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നിരന്തരം കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയുക, എപ്പോഴൊക്കെയോ സംഭവിച്ച ദുരന്തങ്ങളെ ചൂണ്ടിക്കാണിക്കുക, ഇത് പറഞ്ഞ് നമ്മൾ നിലനിൽക്കും, നമ്മൾ തകരണം. ഇത് തകരണമെന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഈ പല്ലവി ആവർത്തിച്ചാൽ നമുക്കിതിൽ സത്യസന്ധതയുണ്ടെന്ന് ആൾക്ക് മനസ്സിലാകും. ഒരു സംസ്ഥാനം മാത്രം ഇത് കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറയും. തൊട്ടടുത്ത തമിഴ്നാടിനൊന്നും ഈ പ്രശ്നമില്ല, കർണാടകത്തിന് പ്രശ്നമില്ല, ആന്ധ്രയ്ക്ക് പ്രശ്നമില്ല, തെലുങ്കാനയ്ക്ക് പ്രശ്നമില്ല. ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഴിമതിയാണ്. അഴിമതിയിലൂടെയാണല്ലോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. സാമ്പത്തിക അഴിമതിയുമാണ് ഈ കിഫ്ബി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. ഇനി കിഫ്ബിയുടെ താഴെ വേറൊരു കമ്പനിയുണ്ട്, കിഫ്കോൺ. ഇങ്ങനെ സ്ഥാപനങ്ങളും ഉപസ്ഥാപനങ്ങളും രൂപീകരിച്ച് ധാരാളം റിട്ടയർ ആകുന്ന അടിത്തൂൺ പറ്റുന്ന IASകാർ കിഫ്കോണിനുമൊക്കെ ചെയർമാനുണ്ട്. കിഫ്കോണിൻ്റെ ചെയർമാനും ഈ KM എബ്രഹാമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കേരള ഹൈക്കോടതി അഴിമതി ആരോപണത്തിന് CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും സാർ, നമുക്ക് ഈ പറയുന്ന മനോഭാവം, കേന്ദ്ര മനോഭാവം എന്ന് അദ്ദേഹം വെറുതെ വെള്ളപൂശി പറയുമ്പോൾ ഇതൊക്കെയാണ് കുറേയധികം സത്യങ്ങൾ എന്നുള്ളത് ചുരുക്കിയാണ് സാർ പറഞ്ഞത്. മറ്റൊരു ചർച്ചയിൽ മറ്റൊരു സംസാരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വിശദമായി സംസാരിക്കാം. നന്ദി, നമസ്കാരം.